പാർലമെന്റിൽ പ്രതിഷേധമുയർത്തി പ്രതിപക്ഷം. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു രാവിലെ ലോക്സഭാ നടപടിക്രമങ്ങൾ തടസ്സപ്പെട്ടത്. പ്രധാനമന്ത്രി കീഴടങ്ങി എന്ന മുദ്രാവാക്യമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. प्रस्ताव के पक्ष में है वो हाँ कहे, जो सदस्य प्रस्ताव के विपक्ष में वो ना कहे। मेरे विचार में निर्णय हाँ वालों के पक्ष में हुआ, हाँ वालों के पक्ष में हुआ, प्रस्ताव स्वीकृत हुआ। प्लीज बी सीटेड, प्लीज बी सीटेड। नो नो, सभा की कार्रवाई बुधवार दिनांक 4 फरवरी 2026 को പാർലമെന്റിൽ കരാർ സംബന്ധിച്ച് വിശദീകരണം നൽകുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം. अमेरिका के राष्ट्रपति जी ने एक ट्वीट किया है जिसमें उन्होंने टैरिफ्स के बारे में प्रधानमंत्री जी को अवगत कराया और उन्होंने प्रधानमंत्री जी के बारे में एक सच्चे दोस्त के बारे में भी चर्चा की है उस ट्वीट में। ट्रेड के बारे में जो भारत और अमेरिका के संबंध है उसकी चर्चा की है इस ट्वीट में। എപ്സ്റ്റീൻ ഫയലും അദാനിക്കെതിരായ കേസും ഉപയോഗിച്ചാണ് കരാറിൽ അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയതെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. एक अदानी जी पर केस है जी, यूनाइटेड स्टेट्स। वो अदानी जी को टारगेट नहीं कर रहा है, वो नरेंद्र मोदी के फाइनेंशियल स्ट्रक्चर को टारगेट कर रहा है। एप्स्टाइन फाइल्स में अभी और माल है, वो अभी रिलीज नहीं हुआ है। इसीलिए इस दबाव में आकर एप्स्टाइन फाइल्स में जो है जो पूरा देश जानना चाहता है मगर अभी अमेरिका ने रिलीज नहीं किया है जी। और दूसरा जो अदानी जी पर केस है जी, जो एक्चुअली मोदी जी पर केस है क्योंकि वो बीजेपी का फाइनेंशियल स्ट्रक्चर है, मोदी जी का फाइनेंशियल स्ट्रक्चर है। ये दो प्रेशर पॉइंट्स हैं और आप ये बात समझ लो, देश ये समझ ले कि प्रधानमंत्री कॉम्प्रोमाइज्ड है। എണ്ണ വാങ്ങുന്നത് നിർത്തുന്നതായി ഇന്ത്യയിൽ നിന്ന് ഔദ്യോഗിക ആശയവിനിമയം ഉണ്ടായിട്ടില്ല എന്നാണ് റഷ്യയുടെ പ്രതികരണം. ഈ വിഷയത്തിലും മന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നിപ്പോൾ ഏതായാലും ലോക്സഭാ നടപടിക്രമങ്ങൾ ഇന്നത്തേക്ക് അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട്. വിനീത വി ജി വിശദാംശങ്ങളുമായി ചേരുകയാണ്. വിനീത, ഇന്നിപ്പോൾ ഈ വിഷയത്തിലും വലിയ പ്രതിഷേധം നമ്മൾ കണ്ടു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന്. ഡൊണാൾഡ് ട്രംപ് ആണ് ഇങ്ങനെ ഒരു കരാർ നടപ്പിൽ വന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിൽ നന്ദി പറയുക എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചെയ്തിട്ടുള്ളത്. പക്ഷേ കരാർ എന്നൊരു വാക്ക് പോലും അദ്ദേഹം ഉദ്ധരിച്ചിട്ടില്ല. പിന്നീട് NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അദ്ദേഹം ഇതൊരു വലിയ വിജയമാണ് എന്ന് പറയുന്നു, ജനാധിപത്യത്തിനുള്ള വലിയ വിജയമാണ് എന്നൊക്കെ പറയുന്നു. പക്ഷേ എന്തൊക്കെയാണ് ധാരണകൾ എന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല. മന്ത്രി വിശദീകരിക്കുമെന്ന് പറയുകയാണ്. യഥാർത്ഥത്തിൽ ഇത് എന്താണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ വിഷയത്തിൽ പാർലമെന്റിൽ ഇന്ന് സംഭവിച്ചത് എന്താണ്? അനുജ, ഇന്നലെ പ്രധാനമന്ത്രിയുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ത്യ US ഈ വ്യാപാര കരാറിൽ ധാരണയായെന്ന് ട്രംപ് തന്നെ പ്രഖ്യാപിക്കുന്നത്. ഒപ്പം തന്നെ ഇനി റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങില്ലെന്നും പകരം US-ൽ നിന്നും വെനസ്വേലയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുമെന്നും ട്രംപ് തന്നെ അവകാശപ്പെടുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഈ ട്രംപുമായി സംസാരിച്ചിരുന്നുവെന്നും ഒപ്പം തന്നെ ഈ നികുതി തീരുവ കുറച്ചത്, അതായത് 25% ഈ പകര തീരുവ അത് 18% കുറച്ചുവെന്നും ട്രംപ് പറയുന്നുണ്ട്. ഇതിൽ നന്ദി പറയുന്നു ണ്ടെങ്കിൽ പോലും എന്താണ് ഈ കരാർ സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങളെന്നോ അല്ലെങ്കിൽ ഈ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിശദീകരണം എന്താണെന്നോ ഇനിയും പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഈ കേന്ദ്ര സർക്കാർ സോഴ്സുകളോ ഒന്നും തന്നെ വ്യക്തമാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇക്കാര്യത്തിൽ ഈ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിൽ എന്താണ് ഈ കരാറെന്നും അതെങ്ങനെയാണ് കർഷകരെ അടക്കം ബാധിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കണമെന്നുള്ളത് തന്നെയായിരുന്നു പ്രതിപക്ഷ നേതാക്കൾ ഇന്ന് രാവിലെ മുതൽ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ ഇത്തരത്തിലേക്ക് ഈ ഇന്ത്യ US വ്യാപാര കരാറിൽ ധാരണ എന്ന ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ ജയറാം രമേശ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തുകയും അവർ പറഞ്ഞത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ ട്രംപ് പ്രഖ്യാപിക്കുന്നു, അതിലൂടെയാണ് നാം ഈ കാര്യങ്ങൾ അറിയുന്നത്. ഇത് വളരെ മോശമാണെന്ന തരത്തിലുള്ള ഒരു പരാമർശം തന്നെയാണ് കോൺഗ്രസ് നേതാക്കളടക്കം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കരാർ സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നാലെ ഈ ആവശ്യം ലോക്സഭയിലേക്ക് മാറിയതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇരു സഭകളിലും പ്രതിപക്ഷ നേതാക്കൾ ഈ ആവശ്യം ഉന്നയിക്കുകയും ഒപ്പം തന്നെ ഈ കരാർ സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നാലെ രാഹുൽ ഗാന്ധി തന്നെ ഈ ഇന്ത്യ US വ്യാപാര കരാറിൽ പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് ഈ നരേന്ദ്രമോദി കരാറിൽ ഒപ്പിട്ടത് വളരെയധികം സമ്മർദ്ദത്തിന് വഴങ്ങി എന്നാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവിന്റെ ഒരു പ്രതികരണം വന്നിട്ടുള്ളത്. ഒപ്പം തന്നെ മോദിക്ക് ട്രംപിൽ നിന്നും വളരെയധികം സമ്മർദ്ദമുണ്ടെന്നും കർഷകരുടെ താല്പര്യങ്ങൾ രാജ്യത്തെ പ്രധാനമന്ത്രി വിറ്റുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്.
തുടരുകയാണ്. ഒപ്പം തന്നെ 2 സമ്മർദ്ദങ്ങളാണ് പ്രധാനമന്ത്രിക്ക് മുന്നിൽ ഉള്ളതെന്നാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. അതിൽ ആദ്യത്തേത് അമേരിക്കയിൽ അദാനിക്കെതിരെയുള്ള കേസ്, അത് യഥാർത്ഥത്തിൽ മോദിക്കെതിരെയുള്ള കേസാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നുണ്ട്. ഒപ്പം തന്നെ എപ്സ്റ്റീൻ ഫയലുകളിൽ US ഇതുവരെ പുറത്തുവിടാത്ത കൂടുതൽ കാര്യങ്ങളുണ്ട്. ഇതൊരു പക്ഷേ പുറത്തുവിട്ടാൽ അതിൽ പ്രതിരോധത്തിലാകുമോ എന്ന ഭയം ഉണ്ട്. അങ്ങനെ ഈ 2 സമ്മർദ്ദങ്ങളാണ് പ്രധാനമന്ത്രിക്ക് മേലുള്ളതെന്നാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നാലെ തന്നെ നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിശദീകരണം നൽകണമെന്നൊക്കെ തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതേസമയം കേന്ദ്രമന്ത്രിമാരടക്കം ഈ കരാറിനെ, ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെ സ്വാഗതം ചെയ്തു. ഇന്ത്യക്കത് നാഴികക്കല്ലായിരിക്കുമെന്നും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് അത് കൂടുതൽ കരുത്തേക്കുമെന്നും ഒക്കെയായിരുന്നു കേന്ദ്രമന്ത്രിമാരുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിൽ ഏറ്റവും പുതുതായി ലഭ്യമായിരിക്കുന്ന ഒരു അപ്ഡേഷൻ എന്ന് പറയുന്ന അനുജ, ഇതിലിപ്പോൾ റഷ്യയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായുള്ളത്. അത് ഇന്ത്യയുമായുള്ള തന്ത്രപരമായുള്ള സഹകരണം വർദ്ധിപ്പിക്കാനാണ് ശ്രമമെന്നാണ് റഷ്യ പ്രതികരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ റഷ്യയിൽ നിന്ന് ഇന്ത്യ ഈ എണ്ണ വാങ്ങുന്നത് നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ടുള്ള ഒരു ആശയവിനിമയവും ഇനിയും ഉണ്ടായിട്ടില്ല എന്നും റഷ്യ വ്യക്തമാക്കുന്നുണ്ട്. അതാണ് ഈ തീരുവ 50% നിന്ന് 18% കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു കരാർ നടപ്പിൽ വന്നിട്ടുണ്ട് എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ അതിൽ കൃത്യമായൊരു പ്രതികരണത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. എന്തൊക്കെയാണ് ധാരണകൾ? റഷ്യൻ എണ്ണ വാങ്ങില്ല എന്ന് ഇന്ത്യ തീരുമാനിച്ചു, ഇന്ത്യ സമ്മതിച്ചിട്ടുണ്ട് എന്ന് ട്രംപ് പറയുമ്പോൾ അതിലും ഒരു വ്യക്തമായ വിശദീകരണം വരുന്നില്ല. റഷ്യയുടെ പ്രതികരണമാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത്. ഒരു ആശയവിനിമയവും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. US വെനിസ്വേല എണ്ണ വാങ്ങും എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതൊക്കെ എന്താണ് എന്നുള്ളതിൽ കേന്ദ്രമന്ത്രിയുടെ വിശദീകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.